സോ ദ അൺഈവൻനെസ് അഫക്ട്സ് ദ വെഹിക്കിൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. സോ അൺഈവൻനെസ് എന്താണ്? വെഹിക്കിളിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ എഫക്ട് ചെയ്യും. അതുപോലെ എന്താണ്? സ്പീഡിനെ എഫക്ട് ചെയ്യും. ദെൻ റൈഡിംഗ് കംഫോർട്ടിനെ എഫക്ട് ചെയ്യും. ദെൻ സേഫ്റ്റി ആൻഡ് ഫ്യൂവൽ കൺസപ്ഷൻ ആൻഡ് വിയർ ആൻഡ് ടിയർ ഓഫ് ദ ടയേഴ്സ്. ഇത്രയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത്. സോ എന്താണ് അൺഈവൻനെസ്? സോ നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഫ്രിക്ഷൻ ആയിരുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അൺഈവൻനെസ് ആണ്. സോ ഈവൻ സർഫസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ അൺഈവൻനെസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? പേയ്മെന്റ് ഫെയിലിയേഴ്സ് സംഭവിക്കുമ്പോഴാണ്. ദെൻ അൺഈവൻനെസ് അഫക്ട് ദ വെഹിക്കിൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. സോ അൺഈവൻനെസ് കാരണം എന്ത് സംഭവിക്കും? വെഹിക്കിൾസിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ അഫക്ട് ചെയ്യും അത്. ദെൻ അതിന്റെ സ്പീഡിനെ അഫക്ട് ചെയ്യും. ദെൻ റൈഡിംഗ് കോസ്റ്റിനെ അഫക്ട് ചെയ്യും. ദെൻ സേഫ്റ്റി ആൻഡ് ഫ്യൂവൽ കൺസപ്ഷൻ ആൻഡ് വിയർ ആൻഡ് ടിയർ ഓഫ് ദ ടയേഴ്സ്. ഇതിനെയൊക്കെ അഫക്ട് ചെയ്യും. ഓക്കെ. ദെൻ മെഷേർഡ് ആസ് അൺഈവൻനെസ് ഇൻഡെക്സ്. സോ അൺഈവൻനെസ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? അൺഈവൻനെസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. സോ ടോട്ടൽ അൺഈവൻനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വെർട്ടിക്കൽ അണ്ടുലേഷൻസ് ഓഫ് ദ പേയ്മെന്റ് സർഫസ് റെക്കോർഡഡ് പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് ദ റോഡ്. ഓക്കെ. സോ പെർ യൂണിറ്റ് ഹൊറിസോണ്ടൽ ലെങ്തില് എന്തിനും അണ്ടുലേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചാണ് അൺഈവൻനെസ് ഇൻഡെക്സ് പറയുന്നത്. സോ total vertical undulations of the pavement surface recorded per unit horizontal length of the road. Okay. So ഒരു റോഡിന്റെ per unit horizontal length. Okay. So ഒരു റോഡിന്റെ യൂണിറ്റ് ഹൊറിസോണ്ടൽ ലെങ്തില് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ടോട്ടൽ വെർട്ടിക്കൽ അണ്ടുലേഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? അൺഈവൻനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ യൂണിറ്റ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓഫ് റോഡിലെ ടോട്ടൽ വെർട്ടിക്കൽ അണ്ടുലേഷൻസിനെയാണ് നമ്മൾ അൺഈവൻനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ലെസ് ദാൻ 1500 mm per kilometer ഫോർ ദ ഗുഡ് സർഫസ്. ഓക്കെ. ഫോർ ദ 1500 mm per kilometer എന്ന് പറഞ്ഞാൽ ഗുഡ് ആയിരിക്കും. ദെൻ ലെസ് ദാൻ 1500 mm per kilometer ആണെങ്കിൽ ഗുഡ് ആയിരിക്കും. ദെൻ ലെസ് ദാൻ 2500 mm per kilometer ആണെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിരിക്കും. ദെൻ ഗ്രേറ്റർ ദാൻ 3200 mm per kilometer ആണെങ്കിൽ അൺകംഫോർട്ടബിൾ ആയിരിക്കും. ഓക്കെ. സോ ലെസ് ദാൻ 1500 mm per kilometer ആണ് അൺഈവൻനെസ് ഉണ്ടെങ്കിൽ ദെൻ ഗുഡ് ആയിരിക്കും, സർഫസ് ഗുഡ് ആയിരിക്കും. ദെൻ ലെസ് ദാൻ 2500 mm per kilometer ആണെങ്കിൽ നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി ആയിരിക്കും. ദെൻ ഗ്രേറ്റർ ദാൻ 3200 mm per kilometer ആണെങ്കിൽ നമ്മുടെ സർഫസ് എന്ന് പറഞ്ഞാൽ അൺകംഫോർട്ടബിൾ ആയിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് ലൈറ്റ് റിഫ്ലക്ഷൻസ്. ഓക്കെ. ലൈറ്റ് റിഫ്ലക്ഷൻസ്. സോ എന്താണ്? വൈറ്റ് സർഫസ് ഒക്കെ യൂസ് ചെയ്യുക. കോൺക്രീറ്റ് പേയ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ദാറ്റ് ഈസ് വൈറ്റ് സർഫസ് ആണെങ്കിൽ രാത്രിയിൽ എന്താണ്? നൈറ്റിലൊക്കെ ആണെങ്കിൽ എന്താണ്? വിസിബിൾ ആയിരിക്കും. ഓക്കെ. സോ ബട്ട് ബിറ്റുമിനസ് പേയ്മെന്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? രാത്രിയിൽ നമുക്ക് വിസിബിലിറ്റി കുറവായിരിക്കും. ഓക്കെ. സോ പിന്നെ എന്താണ്? വാട്ടർ ഒക്കെ കണ്ടെയ്നിങ് ഉണ്ടെങ്കിൽ, റോഡ് സർഫസിൽ വാട്ടർ ഒക്കെ പ്രസന്റ് ആണെങ്കിൽ എന്താണ്? അവിടെ നൈറ്റിൽ ഗ്ലെയർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സോ അതിനാണ് പറഞ്ഞത്. സോ ലൈറ്റ് റിഫ്ലക്ഷൻ്റെ അകത്ത് പറയുന്നത് അതൊക്കെയാണ്. സോ ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദ റോഡ് സർഫസ് ഷുഡ് ബി വിസിബിൾ അറ്റ് നൈറ്റ്. സോ നമുക്ക് രാത്രിയിലാണ് ഒരുപാട് വിസിബിലിറ്റി കൂടുതൽ വേണ്ടത്. ഓക്കെ. സോ റോഡ് യൂസേഴ്സിന് വിസിബിലിറ്റി കൂടുതൽ വേണ്ടത് എപ്പോഴാണ്? നൈറ്റിലാണ് കൂടുതൽ വേണ്ടത്. സോ വൈറ്റ് റോഡ്സ് ഹാവ് എ ഗുഡ് വിസിബിലിറ്റി അറ്റ് നൈറ്റ്. ഓക്കെ. സോ ബിറ്റുമിനസ് പേയ്മെന്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോൺക്രീറ്റ് പേയ്മെന്റ്സ്, ദാറ്റ് ഈസ് വൈറ്റ് റോഡ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ളത്. ഓക്കെ. വൈറ്റ് റോഡ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ളത്. ബ്ലാക്ക് റോഡ്സ് ഹാവ് എ പുവർ വിസിബിലിറ്റി അറ്റ് നൈറ്റ്. ഓക്കെ. വൈറ്റ് റോഡ്സ് ആണെങ്കിൽ വിസിബിലിറ്റി കൂടുതലായിരിക്കും. ബ്ലാക്ക് റോഡ്സ് ആണെങ്കിലോ വിസിബിലിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ. ദെൻ കോൺക്രീറ്റ് റോഡ്സ് ഹാവ് എ ബെറ്റർ വിസിബിലിറ്റി ആൻഡ് ലെസ് ഗ്ലെയർ. ഓക്കെ. സോ കോൺക്രീറ്റ് റോഡ്സ് എന്ന് പറയുന്നാൽ വൈറ്റ് കളർ ആയിരിക്കും. ഓക്കെ. വൈറ്റ് റോഡ്സ് ആയിരിക്കും. സോ അതെന്ന് പറഞ്ഞാൽ അതിന് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും കമ്പയർഡ് ടു ദ ബിറ്റുമിനസ് പേയ്മെന്റ്സ്. സോ അതിൽ ഗ്ലെയർ എന്ന് പറഞ്ഞാലും ലെസ് ഗ്ലെയർ ആയിരിക്കും. ദെൻ glare caused by headlight reflection is high on the wet payments. So wet payments ആണെങ്കിൽ ഹെഡ്ലൈറ്റിന്റെ ലൈറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. ഓക്കെ. ദാൻ ദ ഡ്രൈ പേയ്മെന്റ്സിനേക്കാളും കൂടുതലായിട്ട് വെറ്റ് പേയ്മെന്റ്സിലായിരിക്കും ലൈറ്റ് റിഫ്ലക്ഷൻ കൂടുതൽ കാണുന്നത്. ഓക്കെ. സോ അതാണ് ലൈറ്റ് റിഫ്ലക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നൈറ്റിലാണ് നമുക്ക് റോഡ് യൂസേഴ്സിന്
അല്ലെങ്കിൽ ഡ്രൈവേഴ്സിന് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി വേണ്ടത് നൈറ്റിലായിരിക്കും. ഓക്കെ, സോ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് വൈറ്റ് റോഡ്സ് ആണ് യൂസ് ചെയ്യുക. വൈറ്റ് റോഡ്സ് ആണെങ്കിൽ വൈറ്റ് റോഡ്സ് കൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവിടെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും. ദെൻ ബ്ലാക്ക് റോഡ്സ് ആണെങ്കിലോ അവിടെ വിസിബിലിറ്റി കുറവായിരിക്കും. സോ കോൺക്രീറ്റ് റോഡ്സ് ആണ് നമ്മൾ കോൺക്രീറ്റ് റോഡ്സ് ആണെങ്കിൽ സോ അവിടെ എന്ന് പറഞ്ഞാൽ വിസിബിലിറ്റി കൂടുതലായിരിക്കും, ഗ്ലെയർ കുറവായിരിക്കും. ദെൻ ബ്ലാക്ക് ആയിട്ടുള്ള റോഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ബിറ്റുമിനസ് ആയിട്ടുള്ള റോഡ്സ് ആണെങ്കിൽ അവിടെ എന്താണ് വിസിബിലിറ്റി കുറവായിരിക്കും. ദെൻ വെറ്റ് പേയ്മെന്റ്സ് ആണെങ്കിലോ അവിടെ ഗ്ലെയർ അടിക്കാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. ഓക്കെ, സോ ഗ്ലെയർ കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ പറയുന്നതാണ് ഡ്രെയിനേജ്. The pavement surface should be absolutely impermeable to prevent the seepage of water into the pavement layers. Okay, so the drainage il parayna pavement surface should be absolutely impermeable to prevent the seepage of water into the pavement layers. So നമ്മൾ പേയ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം എങ്ങനെയായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്? വാട്ടർ ഇംപെർമിയബിൾ ആയിട്ടുള്ള ലേയേഴ്സ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പെർമിയബിലിറ്റി സീപ്പേജ് ഓഫ് വാട്ടർ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ എന്താണ് റോഡ് സർവീസിലോട്ട് അല്ലെങ്കിൽ പേയ്മെന്റ് സർവീസിലോട്ട് വാട്ടർ ഒന്നും പെനിട്രേറ്റ് ചെയ്യാൻ പാടില്ല. സോ സീപ്പേജ് ഓഫ് വാട്ടർ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ഇംപെർമിയബിൾ ആയിട്ടായിരിക്കണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇംപെർമിയബിൾ ആയിരിക്കണം, അബ്സല്യൂട്ട്ലി ഇംപെർമിയബിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ ഫർദർ both the geometry and the texture of the pavement surface should be helps in draining out the water from the surface in less time. Okay, so നമ്മൾ പറഞ്ഞു അതായത് ഡ്രെയിനേജിൻ്റെ അകത്ത് പറയുന്ന എന്താണ്, നമ്മൾ ഇംപെർമിയബിൾ ആയിട്ട് വേണം റോഡ് സർവീസ് അല്ലെങ്കിൽ പേയ്മെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇംപെർമിയബിൾ ലെയർ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതായത് ബോട്ടത്തിൽ നിന്ന് വാട്ടർ ഒന്നും കയറി വരാൻ പാടില്ല. ഓക്കെ, പക്ഷേ എന്നാൽ ടോപ്പിൽ എന്താ റെയിൻഫോൾ കാരണം ഉണ്ടാകുന്ന വാട്ടർ ഒക്കെ എങ്ങനെയാണ് നമുക്ക് കളയുന്നത്? അത് കളയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ചെറിയൊരു സ്ലോപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഒരു കേമ്പേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ആ റോഡ്സിന്റെ സർഫസ് സ്ട്രക്ചർ അറേഞ്ച്മെന്റ് കാരണം എങ്ങനെയാണ് ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കേംബർ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കേംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ കേംബർ ഓർ ക്യാന്റ് ഈസ് ദ ക്രോസ് സ്ലോപ്പ് പ്രൊവൈഡഡ് ഇൻ ദ റേസ് middle of the road surface in the transverse direction to drain off the rainwater from the road surface. So drainage purpose വേണ്ടിയിട്ടാണ് നമ്മൾ കേംബർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ റെയിൻ വാട്ടർ കാരണം ഉണ്ടാവുന്ന ആ വാട്ടറിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ചെറിയൊരു സ്ലോപ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് എന്നു പറയുന്നത് കേഴ്സ് അല്ലെങ്കിൽ സ്ലോപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് കേംബർ എന്ന് പറയുന്നത്. സോ കേംബർ ഓർ ക്യാന്റ്, ഓക്കെ, കേംബർ ഓർ ക്യാന്റ് ഈസ് ദ ക്രോസ് സ്ലോപ്പ് പ്രൊവൈഡഡ് ടു raise the middle of the road surface in the transverse direction to drain off the rainwater from the road surface. So നമ്മൾ എന്താണ് ഇങ്ങനെ റേസ് ചെയ്ത് കൊടുക്കും. അതായത് നമ്മുടെ റോഡ് സർഫസിനെ ചെറുതായിട്ട് ഒരു റേസ് ചെയ്ത് കൊടുക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെയിൻ വാട്ടർ എന്താ ഡ്രെയിൻ ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കേംബേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊവൈഡിങ് കേംബർ എന്ന് പറഞ്ഞാൽ കേംബർ എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്? സർഫസ് പ്രൊട്ടക്ഷൻ, എസ്പെഷ്യലി ഫോർ ഗ്രാവൽസ് ആൻഡ് ബിറ്റുമിനസ് റോഡ്സ്. സോ നമ്മൾ പറഞ്ഞു ഇംപെർവിയസ് ആയിട്ടുള്ള ലെയർ ആണ് കൊടുക്കുന്നത്. ഓക്കെ, റോഡ് സർഫസിന്. സോ അന്നേരം എന്താണ് വാട്ടർ അതിലോട്ട് ഇപ്പൊ റെയിൻഫാൾ വഴി വാട്ടർ ഫാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് വാട്ടർ പെനിട്രേറ്റ് ചെയ്ത് ബോട്ടത്തിലോട്ട് പോകില്ല. സോ അതിന് വേണ്ടിയിട്ടാണ്, അതിനെ ഡ്രെയിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കേംബേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് അത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷൻ, സർഫസ് പ്രൊട്ടക്ഷൻ എസ്പെഷ്യലി ഫ്രം ഗ്രാവൽ ആൻഡ് ബിറ്റുമിനസ് റോഡ്സ്. സോ ഗ്രാവൽ ആൻഡ് ബിറ്റുമിനസ് റോഡ്സിന്റെ സർഫസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സർഫസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേംബർ അറേഞ്ച്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സബ്ഗ്രേഡ് പ്രൊട്ടക്ഷൻ ബൈ പ്രോപ്പർ ഡ്രെയിനേജ്. ദെൻ അടുത്തതാണ് സബ്ഗ്രേഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. സർഫസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ സബ്ഗ്രേഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞ ക്വിക്ക് ഡ്രൈയിങ് ഓഫ് പേയ്മെന്റ് വിച്ച് ഇൻ ടേൺ ഇൻക്രീസ് ദ സേഫ്റ്റി. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു വെറ്റ് ആയിട്ടുള്ള സർഫസിൽ എന്താണ് ഗ്ലെയർ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, വെറ്റ് സർഫസിൽ ഗ്ലെയർ കൂടുതലായിരിക്കും. സോ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സോ സേഫ്റ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്വിക്ക് ഡ്രൈയിങ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ക്വിക്ക് ഡ്രൈയിങ്
പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ റോഡ് സർഫസ് ഡ്രൈ ആയിട്ട് കടന്നാൽ മാത്രമാണ് സേഫ്റ്റി കൂട്ടാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഡ്രൈയിങ് കൊടുക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കേമ്പേഴ്സ് കൊടുക്കുന്നത്. സോ കേമ്പേഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഓക്കെ, കേമ്പർ ഈസ് മെഷർഡ് ഇൻ 1/n or n%. എക്സാമ്പിൾ 1/50 or 2%. ഓക്കെ, 1/n or n% എന്നാണ് നമ്മൾ കേമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ 1/n%, n എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ, ദെൻ 1 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിരിക്കും, ദെൻ n%, ദാറ്റ് ഈസ് എക്സാമ്പിൾ പറയുന്ന 1/50 ഒക്കെ ആയിരിക്കും സ്ലോപ്പ് നമ്മൾ കൊടുക്കുന്നത്, ഓർ 2% ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ കേമ്പറിൽ എന്തായിരുന്നു പറഞ്ഞത്? കേമ്പർ ഓർ ക്യാൻഡ് എന്ന് പറയുന്നാൽ എന്താണ്? ഒരു റേസ്ഡ് എലിവേഷൻ, റോഡ് സർഫസിന് റേസ്ഡ് എലിവേഷൻ കൊടുക്കുന്നതാണ്. അത് ഡ്രെയിനേജ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ദെൻ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? സർഫസ് പ്രൊട്ടക്ഷൻ, ബിറ്റുമിനസ് ഓർ ഗ്രാവൽ റോഡ്സിൽ എന്താണ്? സർഫസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, സബ്ഗ്രേഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ദെൻ ക്വിക്ക് ഡ്രൈയിങ്, സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ക്വിക്ക് ഡ്രൈയിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ കേമ്പേഴ്സ് കൊടുക്കുന്നത്. കേമ്പേഴ്സ് ഈസ് മെഷർ ഇൻ 1/n or n%ലാണ് അത് മെഷർ ചെയ്യുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/50 or 2%. സോ 1/50 എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഒരു റോഡ് സർഫസ് ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 50 here and 1 here. Okay, 1/50. Okay, then theta is the angle. Okay, so theta is the angle. ഇവിടെ theta angle ആണ്. tan theta എന്ന് പറയുന്നത് എന്തായിരിക്കും? tan theta is equal to 1/50. Okay, 1/50. Okay, then ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇത് കണ്ടോ? ഈ റേസ്ഡ് പോർഷനെയാണ് എന്തെന്ന് പറയുന്നത്? കേമ്പർ എന്ന് പറയുന്നത്. സോ നമ്മളിങ്ങനെ റോഡ് സർഫസിനെ ഇങ്ങനെ റേസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കേമ്പർ എന്ന് പറയുന്നത്. സോ അന്നേരം എന്താണ്? വാട്ടർ ഇവിടെ ഫ്ലോ ചെയ്യണം. വാട്ടർ ആണെങ്കിൽ ഇങ്ങനെ സൈഡിലോട്ട് ഫ്ലോ ചെയ്ത് പൊക്കോളും. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് കേമ്പേഴ്സ്. സോ ടൈപ്പ് ഓഫ് കേമ്പേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കേമ്പേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പാരാബോളിക് കേമ്പർ ഉണ്ട്, ദെൻ സ്ട്രേറ്റ് ലൈൻ കേമ്പർ ഉണ്ട്. ഓക്കെ, കമ്പൈൻഡ് സ്ട്രേറ്റ് ആൻഡ് പാരാബോളിക് കേമ്പർ ഉണ്ട്. ഓക്കെ, സോ പാരാബോളിക് കേമ്പർ എന്ന് പറഞ്ഞാൽ ഇതേ ഷേപ്പിലായിരിക്കും പാരാബോളിക് കേമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 1/n സ്ലോപ്പില്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ കേമ്പർ. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ കേമ്പർ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻസ് ആണ്. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ കേമ്പർ. ദെൻ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദെൻ ഈ ടോപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? W/2n ആയിരിക്കും. ഓക്കെ, W/2n. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ദിസ് ഇസ് n ആൻഡ് ദിസ് ഇസ് y. ദെൻ y എന്ന് പറയുന്നത് എന്തായിരിക്കും? Y is equal to y എന്ന് പറയുന്ന ഇത്, ദെൻ n. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നത് എന്താണ്? W/2n, ഈ ഒരു ഹൈറ്റ്. ദെൻ അതിനാണ് സ്ട്രേറ്റ് ലൈൻ കേമ്പർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വന്ന് കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആൻഡ് പാരാബോളിക് കേമ്പർ. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് സ്ട്രേറ്റ് ആൻഡ് പാരാബോളിക് കേമ്പർ. സോ ഇത്രയും പോർഷൻ സ്ട്രേറ്റ് ആയിരിക്കും, ദെൻ ഇവിടെ പാരാബോള പോലെ. ഓക്കെ, ദെൻ ഇവിടെ സ്ട്രേറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് കമ്പൈൻഡ് സ്ട്രേറ്റ് ഓർ പാരാബോളിക് കേമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് വിഡ്ത്ത് ഓഫ് കാരിയേജ് വേ. ഓക്കെ, വിഡ്ത്ത് ഓഫ് കാരിയേജ് വേ. ഓക്കെ, കാരിയേജ് വേ എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അതായത് കാരിയേജ് വേ എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിള് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് കാരിയേജ് വേ എന്ന് പറയുന്നത്. ഓക്കെ, വെഹിക്കിള് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ഏരിയനെയാണ് കാരിയേജ് വേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ കാരിയേജ് വേ കഴിഞ്ഞിട്ടുള്ള അപ്പുറത്തെ പോർഷനെയാണ് എന്താ? ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കാരിയേജ് വേ എന്താന്നുള്ളത്. സോ വിഡ്ത്ത് ഓഫ് ദി കാരിയേജ് വേ ആണ് നമ്മൾ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഡിപ്പെൻഡ്സ് ഓൺ ദി വിഡ്ത്ത് ഓഫ് ദ ട്രാഫിക് ലെയിൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ലെയിൻസ്. സോ നമ്പർ ഓഫ് ലൈൻസ്, ഇപ്പോൾ 1 ലൈൻ ആണോ 2 ലൈൻ ആണോ, ഒക്കെ അതിനനുസരിച്ചാണ് നമ്മൾ വിഡ്ത്ത് ഓഫ് കാരിയേജ് വേ കൊടുക്കുന്നത്. ദെൻ ലൈനിനനുസരിച്ച്, നമ്പർ ഓഫ് ലൈൻസിനനുസരിച്ചാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വിഡ്ത്ത് ഓഫ് കാരിയേജ് വേ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വിഡ്ത്ത് ഓഫ് ട്രാഫിക് ലൈൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ ആൻഡ് ദ സൈഡ് ക്ലിയറൻസ്. ഓക്കെ, വെഹിക്കിൾസിന്റെ വിഡ്ത്തിനനുസരിച്ചും ദെൻ കറക്റ്റ് വെഹിക്കിളിന്റെ വിഡ്ത്ത് മാത്രം കൊടുത്താൽ പോരാ. സോ അന്നേരം കറക്റ്റ് വിഡ്ത്ത് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നമ്മുടെ വെഹിക്കിൾ ആണെങ്കിൽ കറക്റ്റ്
വെഹിക്കിൾസിന്റെ വിഡ്ത്തും ദെൻ അതിനുശേഷം സൈഡ് ഒരു ക്ലിയറൻസും കൂടെ കൊടുക്കും. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, അവിടെ കൺജസ്റ്റഡ് ആയി പോകും. ഓക്കെ, കൺജസ്റ്റഡ് ആയി പോകും. സോ അതുകൊണ്ട് എന്താണ് നമ്മൾ വെഹിക്കിൾസിന്റെ ഡിസ്റ്റൻസും പ്ലസ് ഒരു രണ്ട് സൈഡിലോട്ട് ക്ലിയറൻസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് വിഡ്ത്ത് കൊടുക്കുന്നത്, വിഡ്ത്ത് ഓഫ് കാരേജ് വേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ വിഡ്ത്ത് ഓഫ് വെഹിക്കിളും ദെൻ ക്ലിയറൻസും സൈഡ് ക്ലിയറൻസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ മാക്സിമം പെർമിസിബിൾ വിഡ്ത്ത് ഓഫ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 2.44 mm ആണ്. ഓക്കെ, സോ ദ മാക്സിമം പെർമിസിബിൾ വിഡ്ത്ത് ഓഫ് വെഹിക്കിൾസിന്റെ വിഡ്ത്ത്. സോ ഈ വെഹിക്കിളിന്റെ മാത്രം വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2.44 മീറ്റർ ആയിരിക്കും. ഓക്കെ, 2.44 മീറ്റർ ആയിരിക്കും ആ വെഹിക്കിളിന്റെ മാത്രം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ദ സിംഗിൾ ലൈനാണെങ്കിൽ കാരിയേജ് വേയുടെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ദിസ് ഫുള്ളിനെയാണ്, ഈ ഒരു ഫുൾ പോർഷനെയാണ് കാരിയേജ് വേ എന്ന് പറയുന്നത്, കാരിയേജ് വേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് കാരിയേജ് വേ എന്ന് പറയുന്നത്. സോ ഇത് വെഹിക്കിള് ദെൻ ക്ലിയറൻസും കൂടെ കൂടിയ ഒരു പോർഷനെയാണ് കാരിയേജ് വേ എന്ന് പറയുന്നത്. ദെൻ സോ ദ സിംഗിൾ ലൈനിലാണെങ്കിൽ 3.75 ആയിരിക്കും. സിംഗിൾ ലൈനാണെങ്കിൽ കാരിയേജ് വേയുടെ വിഡ്ത്ത് അക്കോർഡിംഗ് ടു IRC സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 3.75 ആയിരിക്കും. ഓക്കെ, ദെൻ 2 ലൈൻ വിത്ത് നോ കർബ്സ് ഒന്നും ഇല്ലാത്ത പോർഷൻ ആണ് 2 ലൈൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, 7 ആയിരിക്കും എന്നു പറഞ്ഞാൽ കാരിയേജ് വേയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ദെൻ 2 ലൈൻ വിത്ത് റേസ്ഡ് കർബ്സ് ആണെങ്കിൽ ദെൻ അവിടെ 7.5 ആയിരിക്കും കാരിയേജ് വേയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ദെൻ ഇന്റർമീഡിയറ്റ് കാരിയേജ് ആണെങ്കിൽ ദെൻ അവിടെ എന്ന് പറഞ്ഞാൽ 5.5 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് മൾട്ടി ലൈൻ ആണെങ്കിലോ അവിടെ 3.5 മീറ്റർ ആയിരിക്കും. ഓക്കെ, മൾട്ടി ലൈൻ ആണെങ്കിൽ 3.5 മീറ്റർ ആയിരിക്കും കാരിയേജ് വേയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് IRC സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള കാരിയേജ് വേയുടെ വിഡ്ത്തുകൾ പറയുന്നത്. സോ സിംഗിൾ ലൈന് 3.75, 2 ലൈൻ വിത്ത് നോ കർബ്സ് ആണെങ്കിൽ 7 മീറ്റർ, ദെൻ 2 ലൈൻ വിത്ത് റേസ്ഡ് കർബ്സ് ആണെങ്കിൽ 7.5 മീറ്റർ, ഇന്റർമീഡിയറ്റ് കാരിയേജ് ആണെങ്കിൽ ദെൻ 5.5 മീറ്റർ, ദെൻ മൾട്ടി ലൈൻ ആണെങ്കിൽ 3.5 മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പറഞ്ഞ കർബ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഈ നമ്മൾ നോക്കുന്നത്. സോ ഇൻഡിക്കേറ്റ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ കാരിയേജ് വേ ആൻഡ് ദ ഷോൾഡേഴ്സ് or the islands or the footpath. Okay, so that is a boundary between carriage way and the shoulders. Okay, carriage വേയുടെയും ഷോൾഡേഴ്സിന്റെ ഇടയിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ്, ഓക്കെ, ആ ബൗണ്ടറിനെയാണ് എന്തെന്ന് പറയുന്നത്, കർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കർബ്സ് ഇൻഡിക്കേറ്റ്സ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ carriage way and the shoulders ഓർ ഐലൻഡ്സ് ഓർ ദ ഫുട്പാത്ത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇത് കാരിയേജ് വേ ആണെങ്കിൽ ഇതാണ് നമ്മുടെ ഷോൾഡേഴ്സ്. ഓക്കെ, ഈ ഒരു 2 പോർഷൻസ് ആയിരിക്കും ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോൾഡേഴ്സ്. സോ ഈ കാരിയേജ് വേയുടെയും ഷോൾഡേഴ്സിന്റെ ഇടയിലുള്ള ബൗണ്ടറിനെയാണ് എന്തെന്ന് പറയുന്നത് കർബ്സ് എന്ന് പറയുന്നത്. സോ low or mountable curves, different types of curves ഉണ്ട്, that is low or mountable curves, then barrier type curves ഉണ്ട്, semi barrier type curves ഉണ്ട്, then submerged curves ഉണ്ട്. ഓക്കെ, സോ മൗണ്ടബിൾ curves എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, 10 cm സൈഡിൽ. ഓക്കെ, മൗണ്ടബിൾ curves. ഓക്കെ, ദിസ് ഇസ് കാരിയേജ് വേ. ഓക്കെ, സോ മൗണ്ടബിൾ കർബ്സ് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് സെമി ബാരിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും. ഓക്കെ, സെമി ബാരിയർ ടൈപ്പ് ഈ ഒരു ഷേപ്പിലായിരിക്കും. ദെൻ ഇതാണ് കാരിയേജ് വേ. ഓക്കെ, ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 സെന്റിമീറ്റർ ആയിരിക്കും. ദെൻ ഈ ഒരു ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്. സോ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് 1:1. ഓക്കെ, ആയിരിക്കും സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് മൗണ്ടബിൾ, ദെൻ സെമി ബാരിയർ ടൈപ്പ്, ദെൻ ബാരിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ബാരിയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ബാരിയർ ടൈപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ബാരിയർ ടൈപ്പ്. ഓക്കെ, ദെൻ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 20 സെന്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും, 1:4 ആയിരിക്കും സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, സബ്മേർജ്ഡ് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഷോൾഡേഴ്സ് ഈ ഒരു പോർഷനിൽ, ഇത് കർബ്സ്. ഓക്കെ, ഇതാണ് സബ്മേർജ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫിഗേഴ്സ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഫിഗേഴ്സ് പഠിക്കണം. സോ കർബ്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഗേഴ്സ് ഉറപ്പായിട്ടും വരച്ചിരിക്കണം. ഓക്കെ, സോ ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന മൗണ്ടബിൾ ആണ്. സോ അതിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 10 സെന്റിമീറ്റർ ആണ്.
Then semi barrier type, then അതിന്റെ height 15 cm and slope 1:1. Then barrier type എന്ന് പറഞ്ഞാൽ then barrier type that is height is 20 cm. Then അതിന്റെ shape കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണം. Then 1:4 ആണ്. Then submerged, okay, submerged ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. Okay, so അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. Then next ആണ് road margins. Okay, next topic ആണ് road margins. Okay, the portion of the road beyond the carriageway can be generally called road margins. Okay, so the portion of the road beyond the carriageway. Okay, so the carriageway കഴിഞ്ഞിട്ടുള്ള portion of road നെയാണ് എന്തെന്ന് പറയുന്നത്? Margins എന്ന്, road margins എന്ന് പറയുന്നത്. Okay, so the portion of the road beyond the carriageway are generally called as road margins. Okay, carriageway എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, സോ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ടുള്ള carriageway കഴിഞ്ഞിട്ടുള്ള പോർഷൻസിന് നമ്മൾ റോഡ് മാർജിൻസ് എന്നാണ് കോമൺലി പറയുന്നത്. ഓക്കെ, സോ അതിൽ എന്താണ്? ഷോൾഡേഴ്സ് കാണും. ഓക്കെ, ഷോൾഡേഴ്സ് കാണും. ദെൻ പാർക്കിംഗ് ലെയിൻസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഷോൾഡേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഷോൾഡേഴ്സ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു carriageway. സോ carriageway ഇതാണെങ്കിൽ സോ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഒരു ആ ഒരു വിഡ്ത്തിനെയാണ് carriageway എന്ന് പറയുന്നത്. ദെൻ സോ ഇതാണ് ഷോൾഡേഴ്സ്. ഓക്കെ, ഈ ഒരു പോർഷനെയാണ് ഷോൾഡേഴ്സ്. carriageway കഴിഞ്ഞിട്ടുള്ള രണ്ട് അപ്പുറത്തോട്ടുള്ള പോർഷൻസിനെയാണ് ഇന്ന് പറഞ്ഞാൽ ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രൊവൈഡഡ് അലോങ് ദ റോഡ് എഡ്ജസ്. സോ റോഡ് എഡ്ജസിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷോൾഡേഴ്സ്. ദെൻ ഫോർ അക്കോമഡേഷൻ ഓഫ് സ്റ്റോപ്ഡ് വെഹിക്കിൾസ് serves as an emergency lane for the vehicles and provide lateral support for the base and surface courses. So നമുക്ക് ഈ ഒരു ഷോൾഡേഴ്സ് ഇൻ പോർഷൻസിൽ എന്താണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ യൂസ് ചെയ്യുന്നതാണ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റോഡിന്റെ രണ്ട് എഡ്ജസിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷോൾഡേഴ്സ്. സോ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനെയാണ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the shoulders should be strong enough to bear the weight of the fully loaded truck even in wet condition. Okay, so the shoulder should be strong enough to bear the weight of fully loaded truck even in wet condition. Okay, so wet conditionലാണെങ്കിൽ പോലും ഒരു ഫുൾ ട്രക്കിന്റെ ലോഡും കൂടെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഷോൾഡേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഒരു ഫുള്ളി വെറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും ദെൻ ഒരു ട്രക്കിന്റെ ഫുള്ള് ലോഡ് എടുക്കാൻ പാകത്തിനുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കണം, ഡിസൈൻ ആയിരിക്കണം ഷോൾഡേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു ഹാവ് എ വിഡ്ത്ത് ഓഫ് 4.6 മീറ്റർ ഫോർ ദ ഷോൾഡേഴ്സ്. ഷോൾഡേഴ്സിന് 4.6 മീറ്റർ. എ മിനിമം വിഡ്ത്ത് ഓഫ് 2.5 മീറ്റർ ഈസ് റെക്കമെൻഡഡ് ഫോർ 2-lane rural highways in India. Okay, so it is desirable to have a width of 4.6 meter for the shoulders. So 4.6 meters ഡിസ്റ്റൻസ് ആണ്, 4.6 meters ഡിസ്റ്റൻസ് ആണ് ഷോൾഡേഴ്സിന് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2.5 മീറ്റർ ആയിരിക്കും മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ഫോർ ദ 2 lanes in the highways, 2-lane rural highways in India. Okay, മിനിമം വിഡ്ത്ത് ഫോർ ദ 2-lane rural highways in India പറയുന്നത് എത്രയാണ്? 2.5 മീറ്റർ ആണ്. ഓക്കെ, സോ ഇന്ത്യയിലുള്ള 2-lane റൂറൽ ഹൈവേസിലാണെങ്കിൽ നമ്മൾ മിനിമം വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് 2.5 മീറ്റർ ആയിരിക്കും. ഓക്കെ, then next ആണ് പാർക്കിംഗ് ലെയിൻസ്. ഓക്കെ, പാർക്കിംഗ് ലെയിൻസ് പ്രൊവൈഡഡ് ഇൻ അർബൻ ലെയിൻസ് ഫോർ സൈഡ് പാർക്കിംഗ്. ഓക്കെ, സൈഡ് പാർക്കിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും വെഹിക്കിൾസ് കൊണ്ടേ പാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതിലേക്കൂടെ വെഹിക്കിൾ മൂവ്മെന്റ് നടക്കും, ഈ സെന്റർ പോർഷനിൽ കൂടെ വെഹിക്കിൾ മൂവ്മെന്റ് നടക്കും. സോ അതിന്റെ രണ്ട് സൈഡിലായിട്ട് പാരലൽ പാർക്ക് ചെയ്യും. പാരലൽ പാർക്കിംഗ് ആണ്. ഓക്കെ, സോ പാരലൽ ആയിട്ട് പാർക്ക് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് പാർക്കിംഗ് ലെയിൻസ് എന്ന് പറയുന്നത്. സോ പാർക്കിംഗ് ലെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡഡ് ഇൻ അർബൻ ലെയിൻസ് ഫോർ ദ സൈഡ് പാർക്കിംഗ്. ഓക്കെ, സോ അർബൺ ഏരിയാസിൽ, ഓക്കെ, അർബൺ ഏരിയാസിലാണ് നമ്മൾ ഈ മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഏരിയാസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഏരിയാസ് കുറവുള്ള, ഓക്കെ, സോ പാർക്കിംഗ് ചെയ്യാൻ കുറവുള്ള ഏരിയാസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അർബൺ ഏരിയാസിലാണ് നമ്മളിങ്ങനെ റോഡ് സൈഡിൽ തന്നെ എന്താണ് പാർക്കിംഗ് ഏരിയാസ് ലെയിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പാരലൽ പാർക്കിംഗ് ഈസ് പ്രിഫേർഡ് ബിക്കോസ് ഇറ്റ് ഈസ് സേഫ് ഫോർ ദ വെഹിക്കിൾസ് മൂവിംഗ് ഓൺ ദ റോഡ്. ഓക്കെ, എന്താണ് പാരലൽ പാർക്കിംഗ് ആണ് സേഫ് ആയിട്ടുള്ളത്. കാരണം എന്താണ് റോഡിലൂടെ പോകുന്ന വെഹിക്കിൾസിന്റെ മൂവ്മെന്റിന് ഡിസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പാരലൽ പാർക്കിംഗ് ആണ്. ഓക്കെ, ദെൻ ദ പാർക്കിംഗ് ലെയിൻസ് ഷുഡ് ഹാവ് എ മിനിമം ഓഫ് 3 meter width in the case of parallel parking. Okay, 3 meter width. Okay, parallel parking, parallel lanes. Okay, parking lanes.
പാർക്കിംഗ് ലൈൻസിൽ എന്താണ് പാരലൽ പാർക്കിംഗിൽ നമ്മൾ 3 മീറ്റർ വിഡ്ത്ത് ഒക്കെയാണ് മെയിൻലി കൊടുക്കാറ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ബസ് ബേസ്. നെക്സ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബസ് ബേസ്. ദെൻ അതിൽ പറയുന്ന പ്രൊവൈഡഡ് സോ ദാറ്റ് ദേ ഡു നോട്ട് ഒബ്സ്ട്രക്ട് ദ മൂവ്മെന്റ് ഓഫ് ദ വെഹിക്കിൾസ് ഇൻ ദ കാരേജ് വേ. സോ ബസ് ബേസ് നമ്മൾ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ദാറ്റ് ഈസ് കാരേജ് വേയിലുള്ള വെഹിക്കിൾസിന്റെ മൂവ്മെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ സർവീസ് റോഡ്സ്. അതിൽ പറഞ്ഞ സർവീസ് റോഡ്സ് ദാറ്റ് ഈസ് ഗിവ്സ് അസസ് ടു ദ അസസ് കൺട്രോൾഡ് ഹൈവേസ് ലൈക്ക് ഫ്രീ വേസ് ആൻഡ് എക്സ്പ്രസ് വേസ്. They run parallel to the highways and will be usually isolated by the separators, and access to the highways will be provided only at selected points. Okay, നമ്മൾ എന്ത് കൊടുക്കുന്നതാണ് സർവീസ് റോഡ്സ്. ഓക്കെ, സർവീസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാരേജ് വേയുടെ അതേ ഒരു പൊസിഷനിൽ, കാരേജ് വേയുടെ അതേ പാരലൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സർവീസ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ സർവീസ് റോഡ്സ് ദാറ്റ് ഈസ് ദേ റൺസ് പാരലൽ ടു ദ ഹൈവേ ആൻഡ് വിൽ ബി യൂഷ്വലി ഐസൊലേറ്റഡ് ബൈ എ സെപ്പറേറ്റർ ആൻഡ് access to the highways will be provided only at selected points. സോ ഇതിൽ പറയുന്നത് എന്താണ്, സർവീസ് റോഡ്സിൽ എന്താണ് ഒരു ഐസൊലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് രണ്ട് മെയിൻ റോഡിനെയും ഈ സർവീസ് റോഡ്സിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ മെയിൻ റോഡിനെയും സർവീസ് റോഡ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത ഒരു ഐസൊലേറ്റേഴ്സ് ഒരു സെപ്പറേറ്റേഴ്സ് ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പോർഷൻസിന് മാത്രം ഹൈവേസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സെലക്റ്റഡ് പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then these roads are provided to avoid congestions in the expressways, and also the speed of traffic in those lanes is not reduced. Okay, so these roads are provided to avoid congestion in the expressway. So നമ്മൾ എക്സ്പ്രസ്വേസിൽ ഒക്കെയാണ്, ഫ്രീവേസ് ആൻഡ് എക്സ്പ്രസ്വേസിലൊക്കെയാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് സർവീസ് റോഡ്സും കൂടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഫ്രീവേസ് ഓർ എക്സ്പ്രസ്വേസിലൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ഒരുപാട് വെഹിക്കിൾ മൂവ്മെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൺജഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, സർവീസ് റോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾസോ ദ സ്പീഡ് ഓഫ് ട്രാഫിക് ഇൻ ദോസ് ലെയിൻസ് ഈസ് നോട്ട് റെഡ്യൂസ്ഡ്. ഓക്കെ, സോ എക്സ്പ്രസ് വേസിലൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡൊക്കെ ആയിരിക്കും. സോ അവിടുത്തെ സ്പീഡും അവിടുത്തെ കൺജഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും സർവീസ് റോഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സൈക്കിൾ ട്രാക്ക്. സോ സൈക്കിൾ ട്രാക്ക് എന്ന് വെച്ചാൽ ഒരുപാട് സൈക്കിൾ യൂസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സോ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സെപ്പറേറ്റ് ട്രാക്കിനെയാണ് എന്തെന്ന് പറയുന്നത്, സൈക്കിൾ ട്രാക്ക് എന്ന് പറയുന്നത്. സോ provided in urban areas when the volume of cycle traffic is high. Okay, cycle traffic high ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ കൊടുക്കുന്നതാണ് സൈക്കിൾ ട്രാഫിക് ഒക്കെ ഹൈ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നതാണ് സൈക്കിൾ ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 മീറ്റർ. സോ സൈക്കിൾ ട്രാക്കിന്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 മീറ്റർ ആയിരിക്കും. സോ നമ്മൾ ഇവിടെ കാണാൻ പറ്റും സൈക്കിൾ ട്രാക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സൈഡിൽ. ഓക്കെ, നെക്സ്റ്റ് footpath. Next is footpath that is provided for the safety of the pedestrians. So footpath നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, പെഡസ്ട്രിയൻസിന്റെ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട്, അവർക്ക് സേഫ് ആയിട്ടുള്ള മൂവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുട്പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ പെഡസ്ട്രിയൻസ് മൂവ്മെന്റ് നടക്കാൻ വേണ്ടി, സോ എന്താണ് കാരേജ് വേക്കൂടെ വെഹിക്കിൾ പാസ് ചെയ്യും. സോ പെഡസ്ട്രിയൻസിന് മൂവ്മെന്റ് നടത്തണമെങ്കിൽ എന്താണ്, ഫുട്പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിലൂടെ നടക്കാം. ഓക്കെ, സോ ദ പ്രൊവൈഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ദ പെഡസ്ട്രിയൻസ് വെൻ ബോത്ത് ദ പെഡസ്ട്രിയൻ ട്രാഫിക് ആൻഡ് ദ വെഹിക്കുലർ ട്രാഫിക് ഈസ് ഹൈ. ഓക്കെ, വെഹിക്കുലർ ട്രാഫിക് ഹൈ ആയിട്ടുള്ള ഏരിയാസിലും ദെൻ പെഡസ്ട്രിയൻ ട്രാഫിക് ഹൈ ആയിട്ടുള്ള ഏരിയാസിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു പോർഷനെയാണ് ഫുട്പാത്ത് എന്ന് പറയുന്നത്. സോ ഫുട്പാത്ത് മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1.5 മീറ്റർ. ഓക്കെ, ഫുട്പാത്തിന്റെ മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1.5 മീറ്റർ ആയിരിക്കും. ഓക്കെ,